Hello my dear students, welcome back to Ryan's Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ആറാമത്തെ യൂണിറ്റിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സൊസൈറ്റി ഡെഡ്. ഞാൻ ഈ പറയുന്ന ഇൻട്രോ നിങ്ങൾ ആദ്യം കേൾക്കണം, ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ആറാമത്തെ യൂണിറ്റിൽ ഈ WWW അതായത് വേൾഡ് വൈഡ് വെബിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആറാമത്തെ യൂണിറ്റിലുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അല്ലെ നമ്മൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിലുണ്ടാവും ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈബർ സ്പേസ് എന്ന് പറയുന്നത്. സൈബർ സ്പേസ് എന്ന് പറയുന്ന എസ്റ്റർ ഡൈസന്റെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നതൊക്കെ എന്താണ്, സൈബർ സ്പേസിന്റെ പോസിറ്റീവ് ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് കുറെ ആളുകൾ ഡേഞ്ചർ ആയിട്ടാണ് കാണുന്നത് അല്ലേ, പക്ഷെ അതിന്റെ ഒരുപാട് പോസിറ്റീവ് ആസ്പെക്റ്റുകൾ ഉണ്ട്. അതിലൂടെ കണ്ടാതല്ലോ ഒരു പ്രശ്നമില്ല എന്നാണ് എസ്റ്റർ ഡൈസൺ പറയുന്നത്. എങ്കിൽ ഇവിടെ നോക്കുന്നത് ഈ സൊസൈറ്റി ഡെഡ്, സമൂഹം ചത്തോ എന്ന് ചോദിച്ചുകൊണ്ട് ആൻഡ്രൂ സുള്ളിവൻ എന്ന് പറയുന്ന ആള് പറയുന്നത് അതിന്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ സ്പേസ് എന്ന് പറയുന്നതിന്റെ പോസിറ്റീവ് പറയുന്ന ചാപ്റ്റർ ആണ് ഇത് ദ സൈബർ സ്പേസ്. നെഗറ്റീവ് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത് ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്നത്. അപ്പൊ ആൻഡ്രൂ സുള്ളിവൻ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ സ്കൂളിൽ അറിയില്ല, മനസ്സിലായിക്കോളൂ. ആൻഡ്രൂ സുള്ളിവൻ ഒബ്സർവ്സ് ദ ഗ്രോയിങ് ട്രെൻഡ് ഓഫ് പീപ്പിൾ യൂസിങ് ഐപോഡ്സ്. അതായത് ഇത് അന്ധകാലത്തുള്ള ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഐപോഡ്സിനെ കുറിച്ച് പറയുന്നത്. അന്ന് ആളുകളൊക്കെ എന്ത് ചെയ്യുന്ന അറിയോ, ആൻഡ്രൂ സുള്ളിവൻ ഒബ്സർവ് അദ്ദേഹം ഇങ്ങനെ നിരീക്ഷിക്കാട്ടോ, ഗ്രോയിങ് ട്രെൻഡ്, അന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ആയിരുന്നു ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ ഇടയിൽ യൂസിങ് ഐപോഡ്സ്. ജനങ്ങൾ ഇങ്ങനെ ഐപോഡ്സ് എന്നൊക്കെ വെച്ചാൽ ഐഫോണിന്റെ ഒരു MP3 പ്ലെയർ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു. അതായത് ഐപോഡ്സ് എന്ന് പറയുന്ന സാധനം, അതിൽ കുത്തിയിട്ട് നമ്മൾ ഹെഡ്സെറ്റ് കുത്തുക, ചെവിയിൽ വെക്കുക, പാട്ട് അങ്ങനെ കേട്ട് നടക്കുക. അപ്പൊ അത് അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് സൊസൈറ്റി, ആളുകൾ ഇതിങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടല്ലേ അവിടെ കൂടി വരുന്ന മൂപ്പര് ആ ട്രെൻഡ് മൂപ്പര് ഒബ്സർവ് ചെയ്തു. ഇത് എങ്ങനെയാണ് സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് മൂപ്പര് വീണ്ടും ഒബ്സർവ് ചെയ്തത്. ഹി ഡിസ്ക്രൈബ്സ്, അദ്ദേഹം പറയുന്നുണ്ട് ദ ഐപോഡ് പീപ്പിൾ, ദാറ്റ് മീൻസ് ഇത് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ച് നടക്കുന്ന ആളുകൾ അല്ലേ, ആസ് ഐസൊലേറ്റഡ്, അവർ ഒറ്റക്കാണ്, ആൻഡ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ വേൾഡ്. സത്യത്തിൽ അവർ അവർ ഹെഡ്സെറ്റ് ഐപോഡിൽ കണക്ട് ചെയ്ത് ചെവിയിൽ കണക്ട് ചെയ്തത്, പക്ഷെ ഒരു ലോകമായിട്ട് എന്തില്ല, ഒരു കണക്ഷൻ, ഡിസ്കണക്റ്റഡ് ഫ്രം ദ വേൾഡ് ആണ് എന്ന് പറയുന്നത്. അറൗണ്ട് ദം, അവരുടെ ചുറ്റുള്ള ലോകത്ത് നിന്ന് അവർ ഡിസ്കണക്റ്റഡ് ആണ്. പക്ഷെ അവർ എന്തിൽ കണക്റ്റഡ് ആണ്, ഇയർഫോൺ എന്തിൽ കണക്റ്റഡ് ആണ്, ഐഫോണിലും ഐപോഡിലും അവർ ചെവിയിലും കണക്റ്റഡ് ആണ്. അവരുടെ ചുറ്റുള്ള ലോകത്ത് അവർ ഡിസ്കണക്റ്റഡ് ആണ്. അൺഅവെയർ ഓഫ് സോഷ്യൽ ക്യൂസ് അല്ലെ, സമൂഹത്തിൽ ഒരുപാട് സൂചനകൾ ഉണ്ടാവും, ക്യൂസ് എന്ന് പറഞ്ഞാൽ സൂചനകൾ ഉണ്ടാവും കേട്ടോ. അതിനെ കുറിച്ചൊന്നും അവർക്ക് ഒരു ഐഡിയ ഇല്ല. ആൻഡ് ബിഹേവിങ് സ്ട്രേഞ്ച്ലി ഇൻ പബ്ലിക്, അവർ പബ്ലിക്കിലേക്ക് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് അവർ എന്ത് ബിഹേവ് ചെയ്യുന്നത്. കാര്യം ലോകത്ത് എന്ത് നടക്കുന്നത് പോലും അവരറിയുന്നില്ലല്ലോ, ചുറ്റും എന്ത് നടക്കുന്നത് പോലും അറിയണില്ല എന്ന്. സുള്ളിവൻ അഡ്മിറ്റ്സ് ടു ബീങ് വൺ ഓഫ് ദം, അദ്ദേഹം പറയാണ് ഞാനും അതിൽ പെട്ട ആളായിരുന്നു കേട്ടോ. ശ്രദ്ധിക്കുക, ബട്ട് നോട്ട്സ്, അദ്ദേഹം പറയുന്നുണ്ട് ദാറ്റ് ടെക്നോളജി അല്ലേ അങ്ങനെ ആക്കിയത് അല്ലേ, നോട്ട്സ് ടെക്നോളജി വൈൽ പ്രൊവൈഡിങ് എൻഡ്ലെസ് ഓപ്ഷൻസ്, ഈ ടെക്നോളജിയിൽ ഒരുപാട് എൻഡ്ലെസ് ഓപ്ഷൻസ് നൽകുന്നുണ്ട് ആൻഡ് ഫ്രീഡം നൽകുന്നുണ്ട്, ഹാസ് ഓൾസോ ടേക്കൺ അവേ വാല്യൂബിൾ ഹ്യൂമൻ എക്സ്പീരിയൻസസ് സച്ച് ആസ് അല്ലേ. പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടേക്കൺ അവേ, ഇതെല്ലാം ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം എടുത്തു കൊണ്ടുപോകുന്നുണ്ട് എന്ത്, വാല്യൂബിൾ ഹ്യൂമൻ എക്സ്പീരിയൻസസ്. ഒരുപാട് മനുഷ്യന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തപ്പോഴേ മനുഷ്യന്മാരുടെ നിന്ന് ഒരുപാട് മൂല്യമുള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞു അല്ലെ. ഹ്യൂമൻ എക്സ്പീരിയൻസ് സച്ച് ആസ് ചാൻസ് ടു എൻകൗണ്ടേഴ്സ് അല്ലെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാവുകയാണ്. ആൻഡ് ഷെയർഡ് കോൺവെർസേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഒരുപാട് സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഷെയർഡ് കോൺവെർസേഷൻസ് ഇല്ലാണ്ടാവുകയാണ്. ആൻഡ് ഒബ്സർവേഷൻ ഓഫ് ദി വേൾഡ്, ലോകത്തിന് ആരും നിരീക്ഷിക്കാണ്ട് വെറും ഐഫോണും ചെവിയിൽ വെച്ച് നടക്കുന്ന ഒരു ചത്ത സമൂഹം ഇക്കാണ്ട് ആരും മാറിയിരിക്കണേ, നമ്മുടെ സമൂഹം മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പൊ എങ്ങനെ കണക്ട് ചെയ്യുക, ഇന്നത്തെ കാലത്ത് ഐപോഡ് വെക്കണതിന് പകരം ഇയർഫോൺ വെക്കണതിന് പകരം ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പുറത്ത് അല്ലേ, സ്വന്തം വീടിന്റെ അപ്പുറത്തുള്ള ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒരാൾ മരിച്ചാൽ പോലും വാട്സപ്പിൽ മെസ്സേജ് വരണം, എങ്കിൽ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ സമൂഹം ചത്താണ് എന്നാണ് ആര് പറയും. ചത്തോ എന്ന് പറയുന്ന ചോദ്യം എത്രയോ വർഷം മുന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഇന്നും എന്തുണ്ട്, അന്ന് അത് ഇയർപോഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഐപോഡ് ആണെങ്കിൽ അല്ലെ, ഐപോഡ് പീപ്പിൾ ആണെങ്കിൽ ഇന്ന് ഇൻസ്റ്റാ പീപ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ രൂപത്തിലെ കാലം മാറിയിട്ടുണ്ട് എന്ന്. അപ്പൊ ഇന്നും കാലോചിതമായിട്ടുള്ള ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. ആൻഡ് സുള്ളിവൻ ആർഗ്യൂസ് ദാറ്റ് ഹൈപ്പർ പേഴ്സണലൈസേഷൻ ഓഫ് ടെക്നോളജി ഹാസ് ലെഡ് ടു ഡിക്ലൈൻ ഇൻ ദ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. നമ്മൾ ഒരുപാട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇല്ലാണ്ടാവും. എന്തെന്നറിയോ, ലീഡ് ടു ഡിക്ലൈൻ ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ,
സാമൂഹികമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമ്മൾ മൊത്തം ഇല്ലാണ്ടാക്കും. മാത്രമല്ല സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി അല്ലേ, നമ്മൾ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ് എന്നുള്ള ആ ഒരു സെൻസ് പോലും ഇല്ലാണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു അന്തല്ലാത്ത ജീവിതം നയിക്കും. ഹി റീകോൾസ്, അദ്ദേഹം ഓർക്കുന്നുണ്ട്, റിമെമ്പർ ചെയ്യുന്നുണ്ട് എ ട്രിപ്പ്. അദ്ദേഹം ഇങ്ങനെ ഓർത്ത് പറയാട്ടോ, അദ്ദേഹം ഒരു ട്രിപ്പ് പോയ സമയത്ത് വേർ ഹി ഫൊഗോട്ട് ടു ഹിസ് ഐപോഡ് അല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ഐപോഡ് എടുക്കാൻ വേണ്ടി മറന്നു, പാട്ട് കേൾക്കുന്ന ഐപോഡ് എടുക്കാൻ വേണ്ടി മറന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് ബോർഡ്, അദ്ദേഹം ഇങ്ങനെ ബോറടിച്ചാണ്ട് ഐപോഡ് എടുത്തിട്ടില്ലല്ലോ, അപ്പൊ ഇനി ഇങ്ങനെ ബോറടിച്ചിരിക്കണ്ടെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു അറിയോ, ബിഗാൻ ടു എൻഗേജ് വിത്ത് ഹിസ് സറൗണ്ടിങ്സ്, അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള ആളുകളോട് സംസാരിക്കാനൊക്കെ തുടങ്ങിട്ടോ. ആൻഡ് കണക്ട് വിത്ത് അതേഴ്സ്, മറ്റുള്ള ആളുകളോട് എന്ത് ചെയ്തു ഇല്ലേ, ചുറ്റുപാടിലൊക്കെ ഒന്ന് എൻഗേജ് അവിടെ ഇവിടെ കാണാൻ തുടങ്ങി. മാത്രമല്ല തൊട്ടടുത്തുള്ള ആളുകളോട് സംസാരിക്കാൻ തുടങ്ങി. ദ ആർട്ടിക്കിൾ അല്ലേ, അദ്ദേഹം മനസ്സിലാക്കി ഇതില്ലാണ്ടായപ്പോ എന്തൊരു ഹാപ്പിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നോക്കിക്കോളൂ, ദ ആർട്ടിക്കിൾ കൺക്ലൂഡ്സ് വിത്ത് സുലിവൻ ഏർജിങ് പീപ്പിൾ. ഈ ആർട്ടിക്കിൾ തന്നെ കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് അറിയോ, ജനങ്ങളോട് ആൻഡ്രൂ സുലിവൻ പറയുന്നുണ്ട് ടു പുട്ട് ഡൗൺ ദെയർ ഐപോഡ്സ്, നിങ്ങൾ ഐപോഡ്സ് ഒക്കെ ഒഴിവാക്കടാ. ഇപ്പോഴത്തെ കാലത്ത് പറയണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കുത്തി ഇരിക്കേണ്ട ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വാടാ, എന്തിന്, ആൻഡ് റീ എൻഗേജ് വിത്ത് വേൾഡ്, ലോകത്തിനായിട്ടൊന്ന് എൻഗേജ് ആവ്. അതിന്റെ തൊട്ടപ്പുറത്തെ അയൽവാസി ഇല്ലേ, അവരൊക്കെ ഒന്ന് പോയി കാണ്, സംസാരിക്കും. ഒരു 4 ആൾക്കാർ ഒരു ഫ്രണ്ട്സ് കൂടിയിട്ട്, ഇന്നിപ്പോ നോമ്പിന്റെ ടൈമാണ്, ഇഫ്താറിന് കൂടിക്ക് വെച്ചാല് എല്ലാവരും ഒരുമിച്ചിരുന്നാണ്ട് ഫോണിൽ നോക്കിയിരിക്കുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന ചുറ്റിരിക്കുന്ന ആളുകൾ ആരാണ്, തൊട്ടടുത്തിരിക്കുന്ന ആരാന്ന് പോലും മനസ്സിലാവാത്തൊരു അവസ്ഥ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. മാത്രമല്ല പുട്ട് ഡൗൺ ദെയർ ഐപോഡ്സ് ആൻഡ് എൻഗേജ് വിത്ത് ദ വേൾഡ്, എക്സ്പീരിയൻസിങ് ദ ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ കണക്ഷൻ. ജനങ്ങളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗിയുണ്ട്, അതൊന്ന് ആസ്വദിക്കടാ. ആൻഡ് ദ റിച്ച്നെസ് ഓഫ് എവറി ലൈഫ്, നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എന്താ ഓരോ ദിവസത്തിന്റെ റിച്ച്നെസ് നമ്മൾ എന്ത് ചെയ്യണം, ഫീൽ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്നിട്ട് നിങ്ങൾ ആലോചിക്കട്ടോ, ഒരു മൊബൈലിൽ മാത്രം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈലിൽ മാത്രം ഇരുന്നുള്ള അവസ്ഥ ആലോചിച്ചെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അത് ഒഴിവാക്കി നോക്കി, എന്തെല്ലാം കാണാനുണ്ട്. അപ്പുറത്തെ കസിന്, ഇപ്പുറത്തെ ഫ്രണ്ട്, സിസ്റ്റർ, മദർ, ഫാദർ അല്ലേ, ഫ്രണ്ട്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ് അല്ലേ, വേറെ ലെവൽ, വേറെ വൈബ് വേൾഡാണ്. സോ live your Insta or live your iPod എന്നാണ് മൂപ്പര് പറയുന്നതെങ്കിലും കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഓവർ ഇൻട്രാക്ഷൻ ഉണ്ടാവില്ലേ, ഹൈപ്പർ പേഴ്സണലൈസേഷൻ ഓഫ് ടെക്നോളജി ഉണ്ടാവില്ലേ, കുറച്ച് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ലോകമായിട്ട് ഒന്ന് പരിചയപ്പെടുക. എന്നിട്ട് ആരാണ് മനുഷ്യന്, എല്ലാ വ്യക്തികൾ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ഒരുപാട് ഡീമെറിറ്റ്സ് ഇതിനുണ്ട് കേട്ടോ. മറ്റേല് പറഞ്ഞ് മെറിറ്റ്സ് ആണ്, നമ്മൾ നല്ല സാധനങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആ പേരും പറഞ്ഞാണ്ട് അത് ഉപയോഗിക്കുന്നത് ബാഡ് ആവശ്യത്തിനാണ് എന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കണേ, നിങ്ങൾ സൊസൈറ്റിയിലേക്കൊന്ന് എൻഗേജ്ഡ് ആവണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൻഡ്രൂ സുലിവൻ ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, വൈൻഡപ്പ് ചെയ്യുന്നത്. സോ പഠിച്ചു മനസ്സിലാക്കി എന്ന് വിചാരിക്കണം. താങ്ക് യു വെരി മച്ച്. സോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സീ യു ദേർ.